എടങ്കേട്. കാറും അതെ, ഭാര്യ അതെ. ഒരു അത്യാവശ്യം അടുത്തേക്ക് എന്നോ അപ്പ ഇടങ്ങടാ. അവിടെ കിടക്കട്ടെ. ഓടിപ്പോയിക്കോ. നിന്നെയൊക്കെ പറഞ്ഞയച്ചാൽ നാളെയുണ്ടല്ലോ. അവരോട് പറഞ്ഞേര്, ഇഷ്ടമുള്ള 2 കാലത്തിന് ജീവിച്ചിരിപ്പുണ്ട്. ഇതിന്റെ എല്ലാം കണക്ക് മുതലും പലിശയും ചേർത്ത് തീർക്കുമെന്ന്. ഇതാ സാർ. എന്താ പേര്? ബാലു. താൻ എനിക്ക് സഹായം എന്താണെന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവില്ല. ഇത് കണ്ടോ, താൻ രക്ഷപ്പെടുത്തുന്ന ഈ സൂട്ട് കേസില് 4.5 ലക്ഷം രൂപയുടെ കറൻസി നോട്ടുകളാണ്. ഇത്രയും പണം എന്റെ കാണുമെന്ന് അവർക്കറിയാമായിരുന്നു. ആർക്ക്? കേശുവിന്, കേശവൻകുട്ടി മുതലാളിക്ക്. എന്നെ തല്ലി വീഴ്ത്തുകയോ എന്റെ കയ്യിൽ നിന്ന് ഇത്രയും പണം തട്ടിയെടുക്കുകയോ മാത്രമായിരുന്നില്ല അവന്റെ ലക്ഷ്യം. എന്നെ തോൽപ്പിക്കുക, മുട്ടുകുത്തിക്കുക. അതിനുവേണ്ടി എല്ലാ വഴിയും അവൻ നോക്കും. ബാലുവിനറിയാമോ, ഈ പണം മുഴുവൻ നഷ്ടപ്പെടണ്ട. ഇതിൽ നിന്ന് ഒരേ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ മതി. ഞാൻ അവന്റെ മുമ്പിൽ തല കുനിച്ചിന് തുല്യമായില്ലേ. താൻ രക്ഷിച്ചത് എന്റെ ജീവനും പണവും മാത്രമല്ല, അഭിമാനവും കൂടിയാണ്. കാപ്പി കുടിക്കുന്നില്ലേ? പൊക്കോടുന്ന്. ആനക്കാരത്തിന്റെ ഇടയില അവളുടെ ഒരു കാപ്പിക്കാര്യം. ആവശ്യമുള്ളപ്പോ എഴുന്നള്ളിച്ചോളാം. പെണ്ണുമ്പിള്ളയാ, കാര്യവിവരവും സന്ദർഭവും ഇല്ലാത്ത വക. ഇതാ ബാലു. ബാലുവിന് ഇഷ്ടമുള്ള എടുക്കാം. സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ തരുന്നതാണ്. വേണ്ട സർ, ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ആ സന്ദർഭത്തിൽ ആരായാലും ചെയ്യുന്നത് അത്രയേ ഞാൻ ചെയ്തുള്ളൂ. ശരി, ബാലുവിന്റെ ഇഷ്ടം പോലെ. എന്തെങ്കിലും തരത്തിലൊന്ന് സഹായിക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, മറ്റൊന്നും തോന്നരുത്. ബാലു, ഒന്നുമില്ലായ്മയിൽ തുടങ്ങിയവനാണ് ഞാനും. ചുമട് ചുമന്നും കൂലിപ്പണി ചെയ്തും ചോര നീരാക്കി ചില്ലിക്കാശ് പെറുക്കി കൂട്ടി ഉണ്ടാക്കിയതാണ് ഇന്നീ കാണുന്ന എന്റെ എല്ലാം. വന്ന വഴികളൊന്നും ഞാൻ മറന്നിട്ടില്ല. അഭിമാനമൊന്നും വിറ്റിട്ടുമില്ല. എനിക്ക് ആയുസുള്ള കാലം വരെ
ഇങ്ങനെ ജീവിക്കാൻ ഒക്കൂ. ബാലുവിന് എന്നും എന്ത് സഹായം വേണമെങ്കിൽ എന്റെ അടുത്ത് വരാം. ഈ പറഞ്ഞ സത്യമായിട്ടാണെങ്കിൽ എനിക്കൊരു ജോലി തരൂ, സാറിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ. സാർ, ഞാൻ പ്രീ ഡിഗ്രി പാസ്സായതാണ്. മറ്റൊരു ഗതിയില്ലാത്തതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ചുമടെടുക്കുന്നു, കൂലിപ്പണി ചെയ്യുന്നു. സർ, പ്ലീസ്. വർക്കത്തുള്ളവന്റെ കൂടെ കൂടിയപ്പോൾ ഐശ്വര്യം കണ്ടോ? രക്ഷപ്പെട്ടില്ലേ ഭയ? ഇനിയിപ്പോ വലിയ ഉദ്യോഗസ്ഥനാകുമ്പോ ഈ പാവങ്ങളൊന്നും മറന്നു കളയരുത്. ഈ ജന്മത്തെ എനിക്ക് മറക്കാൻ പറ്റുമോ നിങ്ങളെ? ഇനി എന്റെ പൊന്നുമോനൊരു കാര്യം ചെയ്യും, പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് പൊറുതി മാറ്റിക്കും. ജോലി കിട്ടിയെന്നും വെച്ച് ഞാനെന്തിനാ താമസം മാറ്റുന്നത്? ബാലു, ഞാനൊരു തൊഴിലാളിയാണ്, നീ ഒരു തൊഴിലാളിയായിരുന്നു. പക്ഷെ ഇപ്പോഴല്ല. വലിയൊരു മുതലാളിയുടെ കീഴിൽ ശമ്പളക്കാരനാവുമ്പോ അതിൻ്റെതായ സൗകര്യങ്ങളൊക്കെ നിനക്കുണ്ടാവണം, അതുപോലുള്ള ആവശ്യങ്ങളും ഉണ്ടാവും. താമസം വേണേ മാറ്റാം, ക്വാർട്ടേഴ്സ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തോന്നുമ്പോഴൊക്കെ ഞാനിവിടെ കയറി വരും. തോന്നുമ്പോഴൊക്കെയോ? ആഴ്ചയിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും ഇവിടെ വന്ന് എന്റെ ഉമ്മാനെ കണ്ടില്ലെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. അയ്യാടാ, അവിടെ ആങ്ങളെ പിടിച്ച് കടയിലോട്ട് ഇരുത്താത്ത കുഴപ്പമേ ഉള്ളു. നീ ഒരാഴ്ച കൊണ്ട് മെഴുകി മെനയാക്കി തരും. ബസ്മതി, ഒന്നല്ല ഒരു 100 തവണ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, നിന്റെ എണ്ണം കെട്ട വീട്ടുകാരുടെ ഓരോ ശുപാർശ കൊണ്ട് നിന്റെ അടുത്ത് വരരുതെന്ന്. ഞാൻ ചത്ത് കട്ടൊഴിയാൻ കാത്തിരുന്ന കൂട്ടറല്ലേ? ഒരെണ്ണത്തിനെ 4 അയലത്തെടുപ്പിക്കില്ല ഞാൻ പറഞ്ഞേക്കാം. വേണ്ട, ഉള്ള സ്വത്ത് മുഴുവൻ അല്ലിപ്പിടിച്ചാൽ അവിടെ അങ്ങോട്ട് ഇരുന്നു. വെറുതെ അല്ല അനുഭവിക്കാൻ ഒരു തരി പോലും ദൈവം തരാത്തത്. ആരുടെ കുറ്റം കൊണ്ടാടി? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ മരണശേഷം സ്വത്തുക്കളൊക്കെ വല്ല ധർമ്മസ്ഥാനമൊക്കെ എഴുതി വെക്കും ഞാൻ. എന്നാലും ആ ചെറ്റകൾക്ക് ഒരു ചില്ലി കാശ് കൊടുക്കില്ല. ഈ ജന്മത്തെ എനിക്ക് പറ്റിയ ഒരേ ഒരു പിഴ നീയാണ്. ഇത് തന്നെ മതി ധാരാളം ഈ ജന്മം കൊടുക്കാൻ. എന്റെ കൈമടിക്കാൻ പൊയ്ക്കോ പറഞ്ഞാലും. ബാലു, വാ ഇരിക്ക്. ഞങ്ങളുടെ പ്രേമസല്ലാപം കണ്ട് താൻ ഭയപ്പെടുകയൊന്നും വേണ്ട. ഇതിവിടെ പതിവാ. ഇതിനെയൊക്കെ നിർത്തേണ്ടിടത്ത് വരച്ച് നിർത്തിയില്ലെങ്കിലേ ഇതിലും വലിയ അപകടം വേറെ ഇല്ല. അത് പോട്ടെ, തന്റെ താമസക്കാരി എന്തായി? ആ പഴയ ഓഡിറ്റർ താമസിച്ചിരുന്ന വീട് ശരിയാക്കി തരാൻ ഞാൻ മാനേജർ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താക്കോൽ തന്നു. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടിട്ടാവാം എന്ന് കരുതി. ചെറുതാണെങ്കിലും നല്ല വീടാ. അവിടെ താമസിച്ചവരൊക്കെ കരകയറി പോയിട്ടുണ്ട്. അത്ര ഐശ്വര്യമുള്ളതാ. ഏൽപ്പിക്കുന്ന ജോലി ഉത്തരവാദിത്തോടെ ചെയ്യണം. അതോടൊപ്പം തന്റെ ശ്രദ്ധ എല്ലായിടത്തും ഉണ്ടാവണം. സർ. സാമർഥ്യവും ആത്മാർത്ഥത ഉള്ളവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് എനിക്കറിയാം. അതുണ്ടെന്ന് തെളിയിക്കേണ്ട ബാധ്യത ബാലുവിൻ്റെതാണ്. മനസ്സിലാകുന്നുണ്ടോ? അതെ സർ. വരട്ടെ. മുതലാളി ഇവിടെയാണോ താമസം? പിന്നെ അല്ലാണ്ട്. താൻ പിന്നെ എന്നെ കയറി മുതലാളി എന്നൊന്നും വിളിക്കരുത്. കൃഷ്ണപിള്ള മുതലാളി എവിടെ? ഈ ഞാൻ എവിടെ? പണിക്കാർക്ക് മനസ്സറിഞ്ഞ് ശമ്പളം കൊടുക്കുന്നവനാ കൃഷ്ണപിള്ള. താനാണെങ്കിൽ ഒറ്റത്തടി. കിട്ടുന്ന കാശ് കണ്ടമാനം കളയരുത്. മാസം എന്നെ ഏൽപ്പിക്കും. ഞാനത് പലിശക്ക് കൊടുത്ത് ഇരട്ടിപ്പിക്കാം. ലാഭത്തിന്റെ ഓഹരി തനിക്കുന്നില്ല. എന്താ മോനെ സീതാമനെ? കുളിക്കാൻ ചൂടുവെള്ളം എടുത്തു വെച്ചു. അപ്പൊ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. ചൂടുവെള്ളം നടത്താൻ പിന്നെ ഒന്നിനും കൊള്ളില്ല, വെറും പച്ചവെള്ളായി. വരട്ടെ. ബാങ്കുകാരുടെ കള്ളാസൊക്കെ ശരിയായോ? അത് ഇന്നലെ ശരിയായി. കൽക്കത്ത മിൽസിന്റെ കൺസൈൻമെന്റ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 15,000 അഡ്വാൻസ് കൊടുത്തു. ഇനി 45 കൂടെ കൊടുത്താലേ ചരക്ക് അയക്കൂ. അതയക്കാൻ ഏർപ്പാട് ചെയ്തോളൂ. അതല്ല സർ, കഴിഞ്ഞ കൊല്ലം അവരുടെ ചരക്കെടുത്തിട്ട് വലിയ മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. പലിശ കൂടി കണക്കൂട്ടിയാൽ ഇപ്പോൾ അഡ്വാൻസ് കൊടുത്ത 15-ലും വലുതാണ് നഷ്ടം. അവരുടെ ചരക്ക് മോശമാണെന്നെന്താ എന്നോട് ഇതുവരാരും പറയാറുന്നത്? ഫയലുകൾ മറിച്ചു നോക്കിയപ്പോഴാണ് ഞാനിത് അറിഞ്ഞത്. ഇത് മാത്രമല്ല,
ഇങ്ങനെ പലതും സാർ അറിയാതെ പോകുന്നു. പുറത്തു നടക്കുന്ന വെട്ടിപ്പും ചതിയും മാത്രമേ സാറ് ശ്രദ്ധിക്കുന്നുള്ളൂ. ഞാൻ പറയുമ്പോൾ സാറൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇതവനെ നിർത്താൻ ഇതൊക്കെ വെറുതെ കിട്ടുന്നതാണോ? എന്നെ മുടിപ്പിക്കാൻ തന്നെ എന്റെ ഉറപ്പാട്. കുഴിച്ചുവിടാൻ മാത്രമുണ്ട്.